ആലപ്പുഴയിൽ നവജാത ശിശുവിന്റെ ഗുരുതര വൈകല്യങ്ങൾ സംബന്ധിച്ച് അന്വേഷണം നടത്താൻ നിയോഗിച്ച വിദഗ്ധ സംഘം വണ്ടാനം മെഡിക്കൽ കോളേജിലെത്തി. ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ മീനാക്ഷിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് എത്തിയത്. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് മനീഷ് ഐഷ മാത്യു ചേരുന്നുണ്ട്. മനീഷ്, കഴിഞ്ഞ ദിവസമാണ് ഈ പരാതിയുമായി കുടുംബം രംഗത്തെത്തിയത്. സാധാരണ ഇത്തരത്തിൽ സ്കാനിങ്ങിന്റെ ഘട്ടത്തിൽ പൂർണ്ണമായി കാര്യങ്ങൾ തിരിച്ചറിയാനാവാത്ത അവസ്ഥയുണ്ട് എന്നൊക്കെ മെഡിക്കൽ സംഘം തന്നെ, വിദഗ്ധർ തന്നെ കഴിഞ്ഞ ദിവസം വിശദീകരിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് ഈ അന്വേഷണത്തിൽ തെളിയുമോ? എന്താണ് വിവരങ്ങൾ? ഹർഷൻ, തീർച്ചയായും പ്രധാനമായും അന്വേഷിക്കുന്നത് അത് തന്നെയാണ്. എന്തുകൊണ്ടാണ്, ഏത് സാഹചര്യത്തിലാണ് ഈ സ്കാനിംഗ് റിപ്പോർട്ടുകളിലൊന്നും തന്നെ ഇത്തരത്തിൽ ഈ കുഞ്ഞിൻ്റെ ഒരു വൈകല്യത്തെ സംബന്ധിച്ച് യാതൊരു വിവരവും ഉണ്ടാവാതിരുന്നുള്ളതാണ് പ്രധാനമായും അന്വേഷണ സംഘം അന്വേഷിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ കുട്ടിയുടെ തുടർ ചികിത്സ എന്താണ്, ഇക്കാര്യത്തിൽ ഇനിയും കൂടുതൽ ചെയ്യാൻ കഴിയുക എന്നുള്ള കാര്യത്തിലും കൂടെ ഒരു തീരുമാനമെടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും അന്വേഷണ സംഘത്തിന് നിയോഗിച്ചിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. നിലവിൽ ഇപ്പോൾ അഡീഷണൽ ഡയറക്ടറായിട്ടുള്ള വി മീനാക്ഷിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ ഈ വൈകല്യം ബാധിക്കപ്പെട്ട കുട്ടിയും അവരുടെ കുടുംബവും ഇവിടെ എത്തും. അതിനുശേഷം ഈ വിദഗ്ധ സംഘം ഈ കുട്ടിയെ വിശദമായ ഒരു പരിശോധന നടത്തും. പരിശോധന നടത്തിയ ശേഷമായിരിക്കും എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ട് എന്നുള്ള കാര്യത്തിലൊരു കൃത്യമായ ഒരു വ്യക്തത വരുത്തുക. പ്രത്യേകിച്ച് ഈ ജനിതകമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ അതിന് വേണ്ട ചികിത്സാക്രമങ്ങൾ എങ്ങനെയൊക്കെയാണ്, അതിന് വേണ്ടിയുള്ള പരിശോധനകൾ എങ്ങനെയൊക്കെയാണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഈ ഒരു പരിശോധനയ്ക്ക് ശേഷമായിരിക്കും തീരുമാനിക്കുക. അതിനോടൊപ്പം തന്നെ പ്രധാനമായിട്ടും അന്വേഷിക്കുന്നത് ഏത് സാഹചര്യത്തിലാണ് ഈ ഒരു തരത്തിലുള്ളൊരു സൂചനയും, ഈ കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നുള്ള കാര്യത്തിലുള്ള ഒരു തരത്തിലുള്ള സൂചനയും സ്കാനിങ്ങുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് അടക്കമുള്ള കാര്യങ്ങളും ഈ വിദഗ്ധ സംഘം പരിശോധിക്കുക. അതിനോടൊപ്പം തന്നെ ഈ സ്വകാര്യ ലാബിൽ എന്താണ് സംഭവിച്ചത്, അവിടെ ഡോക്ടർ അടക്കം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളും ഈ സംഘം പരിശോധിച്ച് വരുന്നുണ്ട്. എന്തായാലും നിലവിലിപ്പോൾ ഈ അഡീഷണൽ ഡയറക്ടറായിട്ടുള്ള വി മീനാക്ഷിയും അതോടൊപ്പം തന്നെ ജില്ലാ മെഡിക്കൽ ഓഫീസർ അടക്കമുള്ള ഒരു സംഘം ഇപ്പോൾ നിലവിലിവിടെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുണ്ട്. ഉടൻ തന്നെ ഈ കുട്ടിയും അവരുടെ മാതാപിതാക്കളും ഇവിടെ എത്തും. അതിനുശേഷമായിരിക്കും വിശദമായ ഒരു പരിശോധനയിലേക്ക് കടക്കുക. ഹർഷൻ. മനീഷ്, അതേസമയം മറ്റ് ചില ആരോപണങ്ങൾ കൂടി ഇതേ ആശുപത്രിക്കെതിരെ ഉയർന്നു വരുന്ന സാഹചര്യം കൂടിയുണ്ടല്ലോ. അപ്പോൾ ഇതൊരു പൊതുവായ ഒരു പ്രശ്നം, ഒരു അലംഭാവം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള ഒരു ചർച്ച ആ നിലയ്ക്ക് അവിടെ രൂപപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായും ഹർഷൻ, ഇന്നലെ വിവിധ കക്ഷിയുടെ എല്ലാം തന്നെ ഒരു പ്രതിഷേധവും ഈ കടപ്പുറം ആശുപത്രി സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു. അവർ പ്രധാനമായും ആരോപിക്കുന്നത് അടിസ്ഥാനപരമായ പല സൗകര്യങ്ങളും ആശുപത്രിക്ക് ഇപ്പോഴും അഭാവമാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ആശുപത്രി സംബന്ധിച്ചിടത്തോളം ആശുപത്രിയിൽ ഡോക്ടർമാരുടെ അഭാവമുണ്ട്, അതുപോലെ തന്നെ ഈ സ്കാനിംഗ് സെൻ്ററുകളുടെ അഭാവമുണ്ട്. സ്കാനിംഗ് നടത്തുന്നതിന് വേണ്ട കൃത്യമായ ഉദ്യോഗസ്ഥരില്ലാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഈ കടപ്പുറം ആശുപത്രിയിൽ തന്നെ പരിശോധന നടത്താതെ പലപ്പോഴും സ്വകാര്യ ആശുപത്രികളിലേക്ക് ഈ പരിശോധന റെഫർ ചെയ്യുന്നത്. അത്തരമുള്ളൊരു സാഹചര്യത്തിലാണ് ഈ കുട്ടിക്ക് പ്രശ്നങ്ങൾ എന്നുള്ള കാര്യം തിരിച്ചറിയുക പോലും ചെയ്യാതിരുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനമായും കടപ്പുറം ആശുപത്രിയിൽ വേണ്ട ചില അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കേണ്ടതായിട്ടുള്ളതുണ്ട്. ആ ഉറപ്പാക്കലിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പോലീസ് അത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സ്വകാര്യ ലാബിനുണ്ടായ പിഴവിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണം DYSPയുടെ നേതൃത്വത്തിലുള്ള MR മധുബാബുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കേണ്ടതും ഇന്ന് തന്നെയാണ്. അതായത് ഈ കുട്ടിയുടെ മുഴുവൻ ചികിത്സാ രേഖകളും, ഈ പ്രസവം സ്ഥിരീകരിച്ച അന്ന് മുതൽ കൊണ്ടുള്ള സ്കാനിംഗ് നടത്തിയ രേഖകളടക്കം തന്നെ എല്ലാം DYSP ഓഫീസിൽ ഇന്ന് കുടുംബം ഹാജരാക്കും. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഈ ഒരേ സമയം തന്നെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ടത് ഈ വണ്ടാനം മെഡിക്കൽ കോളേജും അതുപോലെ തന്നെ ഈ കടപ്പുറം ആശുപത്രിയായിട്ടെല്ലാം ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും ജനങ്ങൾക്കുള്ള ഒരു ആരോപണം എന്ന് പറയുന്നത് ഇവിടെ മതിയായ ഡോക്ടർമാരില്ല എന്നുള്ളതാണ്. ഈ മതിയായിട്ടുള്ള ഡോക്ടർമാരില്ലാത്ത പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതാണെന്ന് പലപ്പോഴും ആരോഗ്യവകുപ്പിനടക്കം പരാതി നൽകിയിട്ടും അക്കാര്യത്തിലൊരു തീരുമാനം ആയിട്ടില്ല എന്നുള്ളതായിരുന്നു ഇന്നലത്തെ ഈ പ്രതിഷേധത്തിൻ്റെയൊക്കെ പ്രധാന കാരണം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള, അതായത് ഡോക്ടർമാരുടെ നിലവിലുള്ള ഒഴിവുകൾ പൂർത്തീകരിക്കുക എന്നടക്കമുള്ള കാര്യങ്ങളിലേക്കും അത്തരം കാര്യങ്ങളിലേക്കും തീർച്ചയായും കടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമായിട്ടും അന്വേഷിക്കുന്നത് ഈ സ്വകാര്യ ലാബിൽ ഡോക്ടർമാരുണ്ടായിരുന്നു എന്നുള്ള കാര്യമടക്കമുള്ള അന്വേഷണം DYSPയുടെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ മറുവശത്ത് കുട്ടിയുടെ ആരോഗ്യം സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ്. മനീഷാണ് വിവരങ്ങൾ നൽകിയത്.